ചോദിക്കണമെന്ന് ഞാൻ എന്നെ തീരുമാനിച്ചു. അവർ പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിന് 10 മാർക്കാണ്. ശരി ഉത്തരവാണെങ്കിൽ അവർക്ക് 10 പോയിന്റ്. അപ്പൊ അവരുടെ മുന്നിൽ 2 ഓപ്ഷനുകൾ. ഒന്നുകിൽ എന്നോട് അടുത്ത ചോദ്യം ചോദിക്കാൻ പറയാം, അല്ലെങ്കിൽ 10 മാർക്കുമായിട്ട് പറയുകയും. അടുത്ത ചോദ്യം 25 മാർക്കിൻ്റെതാണ്. ശരിയല്ലേ? അല്ലേ? ആ 25 മാർക്കിന്റെ ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് 10, 20, 35. അപ്പൊ അവരുടെ ഓപ്ഷൻ ഒന്നുമില്ല, 35മായിട്ട് മടങ്ങി പോയിരിക്കാം, അല്ലെങ്കിൽ എന്നോട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പറയാം 50 മാർക്കിന്റെ. അതിനും ശരി ഉത്തരം പറയാൻ അവർക്ക് 85 മാർക്കാണ്. അപ്പൊ അവർക്ക് ഓരോ ഓപ്ഷൻ കൂടിയുണ്ട്. ഒന്നുകിൽ 85 പോയിന്റുമായി മടങ്ങി പോയിരിക്കാം, അല്ലെങ്കിൽ 4ാമത്തേതും അവസാനത്തേതുമായി ചോദ്യം ചോദിക്കാൻ പറയാം, അത് 100 മാർക്കിൻ്റെതാണ്. അതിന് ശരി ഉത്തരം പറഞ്ഞാൽ അവർക്ക് 185. ഇതിലുള്ളൊരു പ്രശ്നം, ചെസ് കളിക്കുമ്പോ മുന്നിലോട്ട് മാത്രം കൈകൾ നീക്കിയല്ല നമ്മൾ കളിക്കുന്നതല്ലേ. ജീവിതവും അങ്ങനെയാണ്. നിർണായകമായി തീരുമാനമെടുക്കാനുള്ള നമ്മുടെ കഴിവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ആകസ്മിക ചോദ്യങ്ങളായതുകൊണ്ട് 10ൽ ശരി ഉത്തരം പറഞ്ഞ് 25 ചോദിച്ചാൽ തെറ്റിപ്പോയാലോ അറിയില്ലെങ്കിലോ കിട്ടിയ 10 പോകും. 35 കിട്ടി 50ലേക്ക് പോയി, അതറിയില്ല കിട്ടിയ 35 പോകും. 85 കിട്ടി 100ലേക്ക് പോയി, അറിയില്ല കിട്ടിയത് മുഴുവൻ പോകും. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. താങ്ക് യു. പറയൂ, എന്താണ് രാഷ്ട്രീയം, സ്പോർട്സ്, സയൻസ്, സിനിമ, ശാസ്ത്രം, സാഹിത്യം, എന്തും പറയാം, എന്തും പറയാം. വിഷയമായി തോന്നണം. അവർ പറഞ്ഞ വിഷയം അതാണ്. 10 മാർക്കുകൾക്ക് വേണ്ടിയുള്ള നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം. ഏറ്റവും എളുപ്പമുള്ള ചോദ്യം അല്ലേ? സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം ചേർന്ന് 1930 ശരിയായ ഉത്തരം 10 പോയിന്റ്. ഇനി നിങ്ങളുടെ ആ തീരുമാനമാണ്. 10 പോയിന്റുകളുമായി മടങ്ങിപ്പോകുന്നു, അതോ അടുത്ത ചോദ്യം 25 വേണ്ടി ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് സ്വീകരിച്ചത് ആരാണ്? ഉദ്ധം സിംഗ്. ശരിയായ ഉത്തരമാണ്. 10+25 35. 35 മാർക്കുകൾ. മൂന്നാമത്തെ ചോദ്യം 50 മാർക്കുകളുടേതാണ്. പോകാം. എപ്പോഴും ഭാഗ്യം സഹായിക്കാറുള്ളത്. നമ്മളെല്ലാം പറയുന്നത് നിങ്ങൾ ധീരമായി മുന്നോട്ട് പോകാനാണ്. നമുക്കൊരു ഇഷ്ടമല്ലേ? പിൻവാങ്ങുന്നവരാണോ നമുക്ക് ഇഷ്ടം? ആണോ? തീരുമാനിച്ചു. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഭാരതത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യമായി ഏത് വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമയാണ് സൃഷ്ടിക്കുന്നത്? Who was the first lady freedom movement activist to be commemorated through the statue? ദയവായി നോ. ഏത് ഭാഷയിലെ സാഹിത്യമാണ്? മലയാളം. ആ ഒരു ഗൂഗിൾ മാപ്പ് തരുമോ? ഇനി ഗൂഗിൾ മാപ്പ് പ്ലീസ്. ഏതെങ്കിലും ഒരു ഗൂഗിൾ മാപ്പ് ഇഷ്ടമുള്ള ഒരു ഗൂഗിൾ മാപ്പ് തന്നോ.
ഒരു ഗൂഗിൾ മാപ്പ് വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ജൈനിമേട്, പാലക്കാട് ജില്ലയിലെ ജൈനിമേടിൽ വിനയചന്ദ്ര ഗൗഡ എന്നൊരു ജൈന ആക്ടിവിസ്റ്റ് ഉണ്ടായി. വിനയേന്ദ്ര ഗൗഡയുടെ വീട്ടിൽ കുറച്ചു കാലം ചെലവഴിക്കാൻ എത്തിയ കൊല്ലം ജില്ലയിലെ കായിക്കരയിൽ ജനിച്ച മനുഷ്യൻ വിനയേന്ദ്ര ഗൗഡയുടെ വീട്ടിൽ വെച്ച് രോഗാവസ്ഥയിൽ നാട്ടിലായിരുന്ന തന്റെ ഗുരുവിന്റെ രോഗാവസ്ഥയിൽ മനം നൊന്ത് ഒരു കാവ്യം രചിച്ചു. മലയാള കവിതാ സമ്പ്രദായത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച ആ കവിത ഏതാണ്? ഉറക്കെ പറഞ്ഞോ. വീണപൂവ് ശരിയായ ഉത്തരമാണ്. 10 പോയിന്റുകൾ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. അറിയാമെങ്കിൽ 25 കൂടുതൽ കിട്ടും. അപ്പൊ വേണമെങ്കിൽ അമ്മ പിൻവാങ്ങാം. പോയാലും ഈ 10-ലേ പോകുള്ളൂ. വായിക്കാറുണ്ടോ മോള്? ഡിറ്റക്റ്റീവ് നോവൽ വായിക്കണം ഇഷ്ടമല്ല? മോന് ഇഷ്ടമാണ് ഡിറ്റക്റ്റീവ് നോവൽ? മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ 5 seconds. ഭാസ്കര മേനോൻ. ഭാസ്കർ മേനോൻ ശരിയായ ഉത്തരം. 10 + 25 35 35 പോയിന്റുകൾ. അടുത്ത 50 മാർക്കിന്റെ ചോദ്യം. ധൈര്യമായി മുന്നോട്ട് പോകുന്നത് ഇത്തിരി സപ്പോർട്ടുള്ള സ്കൂളാണ്. വേണ്ടേ? മുന്നോട്ട് പോകണ്ടേ? വേണ്ടേ? പോകാനോ? അതൊക്കെ പറയുന്നു. പോണോ വേണ്ടേ? എന്താണ് തീരുമാനം? പറയൂ. കമ്പനി എന്താ മക്കളെ ഇഷ്ടമുള്ള വിഷയം? ക്രിക്കറ്റ്. ആ അടുത്ത എനിക്ക് ഒരു ചിത്രം എന്താ, ഒരു കുഞ്ഞ് അപ്പോ 10 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം. നിങ്ങളെക്കാൾ വലിയ പ്രായമൊന്നുമില്ല. എന്താ പേര്? വൈഭവ് സൂര്യവംശി. ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കാം. ക്രിക്കറ്റിൽ ആദ്യമായി അന്തർദേശീയ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ കളിക്കാരൻ ആരാണ്? Who scored the first ever century in international cricket? ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടിയത് ആര്? അയാൾ തന്നെയാണ് ആദ്യത്തെ റണ്ണും നേടിയത്. ആദ്യമായിട്ടോ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്. ചാൾസ് ബാനർമാൻ. ചാൾസ് ബാനർമാൻ എന്നാണ് അയാളുടെ പേര് കേട്ടോ. ചാൾസ് ബാനർമാൻ, ഓസ്ട്രേലിയക്കാരൻ. സ്റ്റീവ് പെരിയർ. പറയൂ 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 പെട്ടെന്ന് പറയൂ. ശാസ്ത്രം. ശാസ്ത്രം ഇഷ്ടമത്ര? അത് നമുക്ക് ഏത് ശാസ്ത്രത്തിൽ തുടങ്ങണം? മെഡിക്കൽ സയൻസിൽ തുടങ്ങണോ? ഏത് ശാസ്ത്രത്തിൽ തുടങ്ങണം? നിങ്ങൾക്ക് വേണ്ടി നമുക്ക് കെമിസ്ട്രിയിൽ തുടങ്ങാം അല്ലേ? ലൈറ്റസ്റ്റ് മെറ്റൽ ഏതാ? ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാ? പറഞ്ഞോ. ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം ആണോ? 10 മാർക്ക്. അടുത്ത 25 ചോദിക്കട്ടെ? വെരി ഗുഡ്. 25 മാർക്കുകൾക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം. ബ്രൈറ്റ് ഡിസീസ്. ബ്രൈറ്റ് ഡിസീസ്. ബ്രൈറ്റ് BRIGHT മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിനെയാണ് ബാധിക്കുന്നത്? അല്ല, ബ്രൈറ്റ് ഇസ് എ നെഫ്രോളജിക്കൽ ഡിസോർഡർ. കിഡ്നിയാണ് കേട്ടോ, വൃക്കകൾ. 5
പമ്പ. എന്താണ് മോനെ ഇഷ്ട വിഷയം? ഗാന്ധിജി. ഓക്കെ, 10 മാർക്കുകൾക്ക് വേണ്ടി ആദ്യത്തെ ചോദ്യം. ഗംഗാവൻ മജൂംദാറിൽ നിന്ന് ഗാന്ധിജിക്ക് കിട്ടിയ, ഗാന്ധിജിയുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഗാന്ധിജിയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായതെന്ത്? ഗാന്ധിജി ബൈ ഗംഗാവൻ മജൂംദാർ. ഗംഗാവൻ മജൂംദാർ ഗാന്ധിജിക്ക് കൊടുത്തത് എന്ത്? ചക്ര. ചക്ക. ശരിയായ ഉത്തരമാണ്. 10 പോയിന്റുകൾ. 25 പോയിന്റുകൾക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. മിഷൻ ടു മോസ്കോ, രാമരാജ്യം, ഇവയ്ക്ക് ഗാന്ധിജിയുമായുള്ള ബന്ധം എന്ത്? മൈക്കിൽ പറയുമ്പോഴേ മിഷൻ ടു മോസ്കോ, രാമരാജ്യം. പറയൂ പറയൂ, ഉത്തരം പറയൂ. പറഞ്ഞോ മോനെ, പറഞ്ഞോ. ഗാന്ധിജി കണ്ട 2 സിനിമകളാണ് കേട്ടത്. മിഷൻ ടു മോസ്കോയും രാമരാജ്യം. ശരി. യെസ് ടീം ഭവാനി പ്ലീസ്. ഫുട്ബോൾ. ആഹാ. എസ്കേപ്പ് ടു വിക്ടറി. എസ്കേപ്പ് ടു വിക്ടറി എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ച ഫുട്ബോൾ താരം ആര്? ആ ഫുട്ബോൾ താരത്തിനെ വേണമെങ്കിൽ സിനിമ കാണിച്ചു തരാം. വേണോ? കാണിച്ചു. 10 മാർക്കല്ലേ? ഇഷ്ടോ? Pass, always pass. Let the ball do the running for you. Don't try and run with it. You're in no condition to run for 90 minutes, I tell you. This especially applies to winners. If you can't cross, don't run it through. Try and get it forward. A set piece works in our favour. Which being Okay. Edson Arantes do Nascimento എന്ന പ്ലേ ശരിയായ ഉത്തരം 10 മാർക്കുകൾ. ഇനി 20 മാർക്കുകൾക്ക് വേണ്ടിയുള്ള ചോദ്യം, 25 വേണ്ടിയുള്ള ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ചോദിച്ചതിന് ശേഷം ഉത്തരം അറിയില്ലെങ്കിൽ പിൻവാങ്ങാൻ പറ്റുമോ? ചോദ്യം ചോദിച്ചതിന് ശേഷം ഉത്തരം അറിയില്ലെങ്കിൽ പിന്നെന്താ? കിട്ടിയത് പോകുമ്പോൾ അതിന്റെ ഇഷ്ടമാണ്. പിൻവാങ്ങാം, തെറ്റുത്തരം പറയാം, അറിയില്ലെന്ന് പറയാം, സൗകര്യപ്പെടില്ലെന്ന് പറയാം, മുന്നോട്ട് പോവാം. എന്നാ പിന്നെ എളുപ്പത്തിലായിക്കോട്ടെ അല്ലേ? എയർപോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. ഒരു ചിന്തയിൽ ഇഷ്ടം. Who was the first footballer? Video visual കണ്ടോ? The first footballer to have an airport in his name. ലോകത്തിലെ ആദ്യമായി ഒരു വിമാനത്താവളം, ഒരു ഫുട്ബോളറുടെ പേരിൽ ഒരു വിമാനത്താവളം, ഒരു ഇന്റർനാഷണൽ ഫുട്ബോളറുടെ പേരിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടായത് ഏത് ഫുട്ബോൾ താരത്തിന്റെ പേരിലാണ്? Is there a clue? റൊണാൾഡോ. ഓഡിയൻസ് പറയട്ടെ. ഉറക്കെ ഒന്നുകൂടെ ഉറക്കെ. Cristiano Ronaldo was the second footballer in the world to have an airport in his name. ആദ്യ ഫുട്ബോളറിന്റെ പേരിലുള്ള വിമാനത്താവളം സ്കോട്ട്ലൻഡിലാണ്, ബെൽഫാസ്റ്റിലാണ്. And it was the legendary ജോർജ് ബെസ്റ്റ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ഫുട്ബോൾ താരം ജോർജ് ബെസ്റ്റിന്റെ പേരിലാണ് ജോർജ് ബെസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ആ എയർപോർട്ട് ഒന്ന് കാണിക്കാമോ വിഷ്ണു പ്ലീസ്? റൊണാൾഡോയുടെ പേരിൽ എയർപോർട്ട് തുടങ്ങിയ വാർത്ത വന്നപ്പോ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ട ഇതിന് മുമ്പുണ്ടോ അല്ലേ? ഉണ്ടോ? ജോർജ് ബെസ്റ്റ് എയർപോർട്ട് കയ്യിലുണ്ടോ? ഇല്ല, വീഡിയോ ഇല്ല. ജോർജ് ബെസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ബെൽഫാസ്റ്റിലാണ് കേട്ടോ. നമ്മൾ ഈ മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക് പോകുന്നു. റെഡി? അതിനു മുമ്പ് ഓഡിയൻസിന് വേണ്ടിയിട്ട്
വിഷ്ണു ഒരു രജനീകാന്തിന്റെ ഏതെങ്കിലും ഒരു പാട്ടിട്ട് കൊടുത്തു. കിളിമഞ്ചാരോയും മോഹൻജാരോയും അല്ല ഈ പശ്ചാത്തലത്തിൽ കാണുന്ന യെസ് ഓടിയോ ആരാ പ്രൈസ് കൊടുക്കുന്ന ടീച്ചർ ആരാ? ടീച്ചർ എന്താണ് ഉള്ള ഉത്തരം? മാച്ചു പിച്ചു ആണ് നിങ്ങൾ കാണുന്നത്. ഓൺ ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്നത് പാബ്ലോ നെരൂദയുടെ പ്രശസ്തമായ കവിത കൂടിയാണ് കേട്ടോ. മാച്ചു പിച്ചു. അപ്പൊ നമ്മൾ ഈ മത്സരത്തിന്റെ അവസാന റൗണ്ടിലേക്ക് പോകുന്നു. Here it is. ശബരിമല ശാസ്താവാണ്, ഹരിഹരസുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്രം പൂട്ടിട്ട് ഞാൻ പൂട്ടും. അവസാന റൗണ്ടായപ്പോൾ ആവേശം കുറയ്ക്കണ്ട. ഈ റൗണ്ട് മാത്രമേ ഉള്ളൂ. മണിച്ചിത്ര താഴികളാകട്ടെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉയർന്ന സംഖ്യ. മണിച്ചിത്ര താഴിട്ട് കൂട്ടണമെങ്കിലും തുറക്കണമെങ്കിലും ഒക്കെ മണിച്ചിത്ര താഴ് വേണം അല്ലേ? താഴും താക്കോലും ഒക്കെ ഉണ്ട്. ഇത് തുറക്കാൻ ആർക്കും ഒരാൾക്കാണ് അവകാശം. ആ അവകാശം എനിക്കില്ല, നമുക്കാർക്കും ഇല്ല. ഇവരെല്ലാവർക്കും ഒരാൾക്കാണ്. അതാർക്കെന്നറിയുവാൻ ഇതാ ഒരു ചോദ്യം. ആ ചോദ്യം 30 മാർക്കുകളുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ആദ്യം കൈയ്യെടുത്ത് ഉത്തരം പറയുന്ന ആളിന് 30 മാർക്ക് കിട്ടും. ഇത് ഓപ്പൺ ചെയ്യാനുള്ള അവകാശം കിട്ടും. ഉത്തരം തെറ്റാണെങ്കിൽ -20 ആണ്. കൈയ്യെഴുത്തുമ്പോൾ സൂക്ഷിച്ച് കൈയ്യെഴുത്തണം. Here comes your question. നിങ്ങളുടെ ഓപ്പണർ ആരെന്നറിയാനുള്ള ചോദ്യം ഇതാ. എന്റെ ചോദ്യം കാണിച്ചോ? മാച്ചോ? ശരി, ശ്രദ്ധിച്ച് കണ്ടല്ലോ. മാച്ചോ? എന്റെ ചോദ്യം അതൊന്നുമല്ല. മൊണാലിസയും ഡാവിഞ്ചിയും ഒന്നുമല്ല. എന്റെ ചോദ്യം, which part of the human body is referred to as the most important part to express your emotions? നിങ്ങളുടെ വികാരങ്ങൾ ടീം കമ്പനിയാണ് ആദ്യം കൈവക്കിയത്. ടീം കമ്പനി. മൗത്ത് -20. ഭാരതപ്പുഴ ഐബ്രോസ്. പുരികങ്ങൾ. ഐബ്രോസ്. ഇത് നിങ്ങൾ ആർക്ക് പറയാം? മൊണാലിസയുടെ പുരികങ്ങളുടെ നിറം എന്താണ്? മൊണാലിസയുടെ ഐബ്രോയുടെ നിറം? ഐബ്രോ ഇല്ല. മൊണാലിസയ്ക്ക് ഐബ്രോ ഇല്ല. യെസ്. സോ ഐബ്രോസ് നിങ്ങളുടെ പുരികങ്ങളാണ് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വിത്ത് 30 points ടീം ഭാരതപ്പുഴ. പറയാം, ഓപ്പൺ ചെയ്യാൻ പറയൂ. തുറക്കൂ എന്ന് പറയൂ. അങ്ങനെയെന്ന് പറയാൻ ആരെങ്കിലും തുറക്കൂ? നിന്റെ കയ്യിൽ അധികാരമുണ്ട്. ധൈര്യമായി പറ. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറ. ഒരുമിച്ച് പറ. അതാരും തുറന്നു. അങ്ങനെ പറഞ്ഞാൽ ഓപ്പണർ ആയതുകൊണ്ട് 30 മാർക്ക് കിട്ടി. തുറക്കാനുള്ള അവസരം കിട്ടി. വേറെ കൂടുതലൊന്നുമില്ല. ഫസ്റ്റ് ചാൻസ് നിങ്ങൾക്കാണ്. വാക്കാ ജീനിയസിൽ നിങ്ങൾക്ക് ഏതും പറയാം. ഒന്നാമത്തെ വി, രണ്ടാമത്തെ എ, മൂന്നാമത്തെ എ, കെ, അവസാനത്തെ എ, ജീനിയസ്. ഇതിൽ ഏത് കളങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഒന്ന് ചൂസ് ചെയ്യും. ഏത് വേണം?
അതിനു മുൻപ് എന്താണ് വാഗ എന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്? എനിക്ക് ഈ വാഗ എന്താണെന്നും കൂടി കാട്ടു. OH, athletics, achievement, knowledge, animal planet, genius. പെട്ടെന്ന് 5 seconds. Achievement. Good. Here comes your question regarding achievement. ഇതാ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന മലയാളി അന്തർദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനായ ഈ മലയാളി, ഇദ്ദേഹത്തിന്റെ പേര് വലിയ മണ്ണത്താൽ ഹംസ എന്നാണ്. വലിയ മണ്ണത്താൽ ഹംസ എന്ന ഈ മനുഷ്യന്റെ ലോക പ്രശസ്തമായ ആ മഹത്തായ അച്ചീവ്മെന്റ് എന്താണ്? You can pass if you don't know the answer. മൈനസ് ഒന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞു വിടൂ. Yes, നെയ്യാർ. നെയ്യാർ. ആരെങ്കിലും പറയൂ. അറിയില്ല എന്ന് പറയാനാണ് ആര് പറയണമെന്ന് ആലോചിച്ചത്. തെറ്റ് മൈനസ് മാർക്കൊന്നുമില്ല. എന്തെങ്കിലും തമാശ കളിക്ക. ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? നീ ഇത്രയും മിടുക്കനായ ഒരാളിന് ഉത്തരം പറയാൻ ഇത്ര സമയം വേണോ? ആമസോൺ നദിക്ക് പാരലായി ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൗമാന്തർ നദി. ആ നദി കണ്ടെത്തിയ മനുഷ്യനിയാളാണ് വലിയ മണ്ണത്താൽ ഹംസ. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്തർ നദിക്ക് പേരെന്താണെന്നറിയോ? നദിയുടെ റിയോ ഹംസ റിവർ എന്നാണ്. റിയോ ഹംസ നദി എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്തർ നദിയുടെ പേര്. ശരിയായ ഉത്തരം. ബ്യൂട്ടിഫുൾ ആൻസർ. 40 പോയിന്റുകൾ. ഈ റൗണ്ടിൽ 40 പോയിന്റുകളാണ്. ടീം കമ്പനി ടീം നെയ്യാർ. Here comes your question. Screen remove achievement. OH, athletics, knowledge, animal planet, genius. ഏത് വേണം? നോളജ്. നോളജിന് ഏറ്റവും പ്രധാനപ്പെട്ട നോളജ് എന്തെന്ന് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നറിയോ? ഒരാളിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നത്, അറിവുള്ള ഒരാളായി മാറാൻ ഏറ്റവും എളുപ്പം ഒരു മന്ത്രം പഠിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ മന്ത്രത്തിനൊരു കുറവുമില്ല. 36,000 ആൾ ദൈവങ്ങളുള്ള നാടാണ്. കെട്ടിപ്പിടിക്കുന്ന ദൈവം, ഉമ്മ കൊടുക്കുന്ന ദൈവം, ഭസ്മം കൊടുക്കുന്ന ദൈവം, പരസ്യം ചെയ്യുന്ന ദൈവം. അറിവിന്റെ മന്ത്രം ആരും പഠിപ്പിച്ചു കൊടുക്കാറില്ല. കാരണം അതൊരു ഇംഗ്ലീഷ് വാചകമാണ്. അറിവ് നേടാനുള്ള മന്ത്രം എന്താ? ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല എന്ന് പറയാനുള്ള ധൈര്യമാണ് അറിവുള്ള ആളിന്റെ ലക്ഷണം. കാരണം എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളോട് ചോദിക്കുന്നത് എനിക്ക് എന്തറിയില്ല, എനിക്ക് എന്തുകൊണ്ടറിയില്ല, എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും എന്ന് ചോദിക്കുന്നു. അപ്പൊ അറിവ് അറിയാത്തതും അതിന്റെ ലക്ഷണമാണ് അല്ലേ? അപ്പൊ നോളജിനെ കുറിച്ചുള്ള ചോദ്യം ഐ ഡോണ്ട് നോ ഇല്ലാവട്ടെ. ഇതാ അതുകൊള്ള ഇത് മയോറി വർഗത്തിൽപ്പെട്ട ട്രൈബൽസ് ആണ്, അബോറിജിൻസ് ആണ്, ആദിവാസികളാണ് ഓസ്ട്രേലിയയിൽ. ഇവരോട് വിക്ടറി സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ പേരെന്ത് എന്ന് ഓസ്ട്രേലിയയിലെ ഈ മയോറി വർഗത്തിലുള്ളവരോട് പോയി ചോദിച്ചാൽ അവരെന്താ പറയുക? എടോ, വിക്ടറി സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ പേര് ചോദിച്ചാൽ അവരെന്ത് പറയും? അറിയില്ല. അവർക്കറിയോ? അറിയില്ല. പക്ഷേ അവരെന്ത് പറയും? ഐ ഡോണ്ട് നോ എന്ന് പറയാൻ അവർക്ക് ഇംഗ്ലീഷും അറിയില്ലല്ലോ. അപ്പൊ ഓസ്ട്രേലിയയിലെ ഈ ആദിവാസികൾ, മയോറീസ്, അവരുടെ ട്രൈബൽ ആളുകൾ, അബോറിജിൻസ്, അവരുടെ ഭാഷയിൽ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ഡോണ്ട് നോ. കങ്കാരു എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ആണെന്നേ. Kangaroo means I don't know. Kangaroo means I don't know. എനിക്കറിയില്ല എന്നതിന്റെ അബോറിജിൻ ടേമാണ് kangaroo എന്നത്. ഗുഡ് ആൻസർ ടീം നെയ്യാർ. ഗുഡ് ആൻസർ. 40 more points and Kabini, screen remove, knowledge. Kabini, OH, athletics, animal planet, genius.
OH Athletics Animal Planet Genius. Animal Planet. ചിരിച്ചടാ നീ, ശബ്ദം ഉണ്ടാക്കി ചിരിയടാ. അത് കള്ളച്ചിരി, നല്ലൊരു ശബ്ദം ഉണ്ടാക്കിയ ചിരി. ഒന്നുകൂടെ ചിരി. ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നാൽ നിങ്ങൾ ചിരിക്കൂ? വിഷ്ണു, there is an animal, the one and only animal which giggles and laughs when threatened. ആക്രമിക്കപ്പെടുമ്പോൾ, പേടിയാകുമ്പോൾ ചിരിക്കുന്ന ഒരു മൃഗമേ ഉള്ളൂ. There is only one animal which laughs when threatened. ആക്രമിക്കപ്പെടുമെന്ന് ഭയപ്പെടുമ്പോ, പേടിയാകുമ്പോൾ ചിരിക്കുന്ന മൃഗം ഏത്? കബനി, ഹോഴ്സ്, പെരിയാർ, കണ്ടാരി, പമ്പ, ഭവാനി, മങ്കി, ഭാരതപ്പുഴ, നെയ്യാർ, മൃഗം, അനിമൽ. ഹോഴ്സ് ഒക്കെ പറഞ്ഞല്ലോ. സ്ലോത്ത് അല്ല. ഓഡിയൻസ്, ഹയന. വാമനെ വാ, നിനക്ക് സമ്മാനം തരാം. ഒരു ഹയന. പൊതുവെ ഹയന കഴുതപ്പുലി എന്ന് പറയുന്ന ജീവി അല്ലെങ്കിൽ അത്ര നല്ല ജീവിയല്ല. സ്വന്തമായി വേട്ടയാടാൻ കഴിയുന്ന ജീവിയാണ്. മറ്റു മൃഗങ്ങളെ പേടിപ്പിച്ച് കടുവയുടെയും സിംഹത്തിന്റെയും മുന്നിലേക്ക് ഓട്ടിച്ച് അവരെ കൊണ്ട് കൊല്ലിച്ച് അവർ ഭക്ഷിച്ചിട്ട് പോകുന്ന അഴുകിയ മാംസം ഭക്ഷിക്കുന്നതാണ് ഹയനയുടെ ഹാബിറ്റാറ്റ് തന്നെ. പേടിയാവുമ്പോ ഗിഗിളി, ചിരിക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്ന ജീവിയാ ഹയന. യെസ്, അതൊരു ചിരി. അതങ്ങനെ ഇഷ്ടം. നെക്സ്റ്റ്, പെരിയാർ. സ്ക്രീൻ റിമൂവ് Animal Planet. OH Athletics Genius. Genius. ഇതാ ഈ ജീനിയസ് ആരെന്ന് പറയൂ? പെരിയാർ. ശകുന്തളാദേവി. ശരിയായ ഉത്തരമാണ്. 40 points to Team Periyar and Pamba. Screen remove genius. OH and athletics. OH. Please show me a signature. നിങ്ങൾ ഈ സിഗ്നേച്ചർ കാണുന്നു, നിങ്ങൾ ഒരു പേര്, മുകളിൽ ഒരു പേര് കാണുന്നു. എനിക്കറിയേണ്ടത് ദസ് ലൂസിഡാസ് എന്ന പ്രശസ്തമായ ഒരു നാടിന്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയിൽ ഈ മനുഷ്യന്റെ സഞ്ചാര വിവരങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ആരുടേതാണ് ഈ ഒപ്പാരുടേത് എന്നാണ് ചോദ്യം. 5 seconds. 4, 3, 2, 1. Time up. ഭവാനി. വാസ്കോ ഡ ഗാമ. ഒപ്പം നോക്കാം. ഒപ്പം പോർച്ചുഗൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണ് ദസ് ലൂസിഡാസ്. 1498 ഇന്ത്യയിലെത്തിയ കാലം മുതലുള്ള വാസ്കോ ദി ഗാമയുടെ സഞ്ചാര ചരിത്രങ്ങളാണ് ദസ് ലൂസിഡാസ്. സാവോ ഗബ്രിയേൽ എന്ന കപ്പലിൽ ലോകസഞ്ചാരത്തിന് പുറപ്പെട്ട വാസ്കോ ദ ഗാമയുടെ കയ്യൊപ്പാണത്. ശരിയാണ് ടീം ഭവാനി, നിങ്ങളുടെ ഉത്തരം. Screen remove. OH 40 points to you and Bhavani. Here comes your question. Athletics. ഇതാ, identify this athlete. നിങ്ങൾക്ക് ഊർജ്ജമാകേണ്ട ഈ athlete. റോം ഒളിമ്പിക്സ് ആണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ഊർജവും പാഠവുമാകേണ്ട ഒരു ജീവിതമാണ് നിങ്ങൾ കണ്ട അത്ലറ്റിന്റേത്. ആരാണത്? 5 seconds. 4, 3. 1960 കണ്ട വനിതയോ? ഭാരതപ്പുഴ ആണോ? വിൽമാ റുഡോൾഫ്. ആരാണ് വിൽമാ റുഡോൾഫ്? ജനിച്ചപ്പോ പോളിയോ ബാധിച്ച് 2 കാലും ശേഷിയില്ല. അങ്ങനെ പറഞ്ഞപ്പോ ആ കുഞ്ഞിന് ആഗ്രഹം
നടക്കാനായിരുന്നു അല്ലേ? അങ്ങനെ വൈദ്യസഹായത്തോടുകൂടി അങ്ങനെ സ്വപ്നമൊക്കെ വേണ്ടെന്ന് അമ്മ പറഞ്ഞെങ്കിലും അവിടെ നടന്നപ്പോ അവള് കുറെ കാലം നടന്നപ്പോ അമ്മയോട് പറഞ്ഞു എനിക്ക് ഓടണം. അതൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൾ ഓടി. പിന്നെ അവൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരിയാകണമായിരുന്നു. 1960 റോം ഒളിമ്പിക്സ് ആണ് നിങ്ങൾ ഈ കണ്ടത്. നമുക്കെല്ലാം കൈകളും കാലുകളും ഉള്ളവരോട് ജനിച്ചു വീഴുന്ന നമ്മളെ പോലെയല്ല. ശേഷിയില്ലാത്ത പോളിയോമൈലിറ്റിസ് ബാധിച്ച കാലുകളുമായി പിറന്നു വീണ് ലോക ഓട്ടം കൊണ്ട് കീഴടക്കിയ വിൽമാ റുഡോൾഫിന്റെ ചരിത്രമാകണം എൻ്റെ ഈ പ്രിയപ്പെട്ട മക്കളുടെ ചിത്രശലഭങ്ങളുടെ പൂമ്പാറ്റകളുടെ ജീവിതത്തിലെ ഇതിഹാസ പാഠം. ആൻഡ് ഹിയർ കംസ് സ്ക്രീൻ റിമൂവ് അത്ലറ്റിക്സ്. നിങ്ങളോടുള്ള ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള സൂചനകളിലേക്ക് ഇത് സ്ക്രാമ്പിൾഡ് ആയി കിടപ്പുണ്ട്. 50 മാർക്കുകളുള്ള ചോദ്യമാണ്. ആദ്യം കൈവെക്കുന്ന ചോദിക്കണ്ടേ? ഇത് ആരെന്നൊന്നും അല്ല ചോദ്യം. ആദ്യം കൈവെക്കുന്ന ടീമിനാണ് അവസരം കിട്ടുക. ഈ സ്കോറിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് +or-50. അത് കഴിഞ്ഞാൽ രണ്ടാമതൊരു ക്ലൂ തരും. അപ്പോൾ അത് +or-40 ആണ്. മൂന്നാമതൊരു ക്ലൂ +or-20, +or-10 നാലാമത്തെ ക്ലൂ. അപ്പൊ +or-50ക്ക് വേണ്ടി ഈ രൂപത്തിൽ തന്നെ ചോദിക്കാം. നിങ്ങൾ ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശകലങ്ങളിൽ കാണുന്ന മനുഷ്യനെ, ടീം കബനി, ടീം നെയ്യാർ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരാ ആദ്യം കൈവക്കിയത്? കബനിയാണോ നെയ്യാറാണോ? നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ആരാ കൈവക്കിയത്? ആരാണ് കൈവക്കിയത്? കബനിയാണ്. അപ്പൊ നെയ്യാർ താഴ്ത്തിയിട്ടോളൂ. കബനി പറയട്ടെ, ഞാൻ ചോദ്യം പറയട്ടെ. ചോദിച്ചില്ലല്ലോ. ആ ചോദ്യത്തിന് എന്തായാലും കൈവക്കിയതുകൊണ്ട് ബൗണ്ട് ടു ആൻസർ. +or-50 ആണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യനെ ഇന്ത്യ ആദരിക്കുന്നത് ഒരു പ്രത്യേക ദിനരൂപത്തിലാണ്, ദിവസ രൂപത്തിലാണ്. ലോകം ഈ മനുഷ്യനെ ഇന്ത്യ ആദരിക്കുന്ന അതേ വിശേഷണങ്ങളോടുകൂടി ആദരിക്കുന്നത് ആരെയാണ് എന്നാണ് ചോദ്യം. Kabini, your time starts now for 50 or -50. Five. Louder. Louder. Yes, പറഞ്ഞോ ഒരുത്തരം. എന്തായാലും പറഞ്ഞോ. ശരിയാണെങ്കിലോ? സാധേപള്ളി രാധാകൃഷ്ണൻ. -50. യെസ്, പെരിയാർ കൈവക്കി. ഇത് ഈ 50 തന്നെ കൈവക്കുന്നോ അതോ 40 അടുത്ത സ്കൂളിൽ കൈവക്കുന്നോ? 40 കൈവക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇനിയും പോക്കാം കേട്ടോ. പോയ +50 പോയി, -50 പോയി. അടുത്ത ചിലപ്പോൾ 40 കിട്ടുകയാണെങ്കിൽ -10 നഷ്ടം ഒതുക്കാം. ആദ്യം കൈവക്കുന്ന ആരും നോക്കിക്കൊള്ളണേ. ആദ്യം കൈവക്കുന്ന ആരാണെന്ന് പറയണേ. നിങ്ങൾ എനിക്ക് നൽകേണ്ട ഉത്തരത്തിന്റെ നാട്ടിലാണ് പഴയ കാലത്ത് വിശ്വസിച്ചിരുന്നു ശൂന്യാകാശത്ത് നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഏക നിർമ്മിതിയുണ്ട് എന്ന് പണ്ട് കരുതിയിരുന്നു. 40 മാർക്കുകൾക്ക് വേണ്ടി നിങ്ങൾ പറയേണ്ട ഉത്തരം ഒരാളിന്റെ പേരാണ്. ആ ആൾ ജനിച്ച നാട്ടിലാണ് പണ്ട് തെറ്റായി കരുതിയിരുന്നത് ശൂന്യാകാശത്ത് നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഭൂമിയിലെ ഒരേ ഒരു മനുഷ്യ നിർമ്മിതി എന്ന് കരുതിയിരുന്നു. ആരും കൈവക്കുന്നില്ലെങ്കിൽ +or-30യിലേക്ക് പോവാം. ഓട്ടെ, നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഈ ചിത്രങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന മനുഷ്യന്റെ ജന്മദിനത്തിൽ ഇന്ത്യ എന്താചരിക്കുന്നോ അത് ലോകം ആചരിക്കുന്നത് നിങ്ങൾ കണ്ടെത്തേണ്ട ജന്മദിനം. നിങ്ങൾക്ക് മനസ്സിലായി? ആദ്യം നാട് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഏറെക്കുറെ സംശയമുണ്ട് ഏതാണ്. പക്ഷെ എൻ്റെ മൂന്നാമത്തെ ക്ലൂ, നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ ചിന്താഗതികളുടെ പിന്തുടർച്ചക്കാർ
അദ്ദേഹത്തിന്റെ പേരോട് ചേർന്ന ഒരു മതമായി തന്നെ മാറുകയാണ് ഉണ്ടായത്. The followers of his ideology were grouped together in a religion which is named after him. ഉത്തരം പറഞ്ഞാലോ? ഉത്തരം പറഞ്ഞാൽ മൈനസ് ഒന്നും വരില്ല. തെറ്റാണ് പറയുന്നത്. -30. കോൺഫ്യൂഷ്യസ് ചൈനീസ് ഫിലോസഫർ. പേര് പറയൂ. പേര് പറയൂ. പറയൂ. എന്താണ്? കൺഫ്യൂഷ്യസ്. There is only one thing without confusion and that is confusion. എന്താണ്? കൺഫ്യൂഷ്യസ് ആണോ? ആണോ? ലോകത്തിലെ അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. സെപ്റ്റംബർ 5 അല്ല. സെപ്റ്റംബർ 5 ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഇന്ത്യയിൽ അധ്യാപക ദിനമാണ്. ഇദ്ദേഹമാരെന്തൊന്ന് സ്ക്രാമ്പിൾ ചെയ്യൂ വിഷ്ണു. വിഷ്ണു റീസ്ക്രാമ്പിൾ. ഇതിൽ സർവ്വ അധ്യാപകരെയും ആദരവോടെ പ്രണമിച്ചുകൊണ്ട് ഇന്ത്യയിലെ അധ്യാപക ദിനം ആചരിക്കുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ചിത്രമാണ്. ചോദ്യം: ലോകത്തിലെ അധ്യാപക ദിനത്തിന് കാരണക്കാരനായത് ആര് എന്നാണ്? എന്നാണ് ലോകത്തിലെ അധ്യാപക ദിനം? ഒക്ടോബർ 5. ആരുടെ ജന്മദിനം ആണോ? മനുഷ്യനിർമ്മിതമായ ഏത് വസ്തുവാണ് ബഹിരാകാശത്ത് നോക്കിയാൽ കാണുമായിരുന്നെന്ന് പണ്ട് തെറ്റായി ധരിച്ചിരുന്നത്? ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അത് തെറ്റാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്താണ് മതം? കൺഫ്യൂഷ്യാനിസം. ഉത്തരം ശരിയാണോ? ആണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഗെറ്റ് 30 points, ടീം ഭാരതപ്പുഴ. അൺലെസ് there is a tie, ടൈ ഇല്ല എങ്കിൽ ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കാം. ഇന്നാണോ സമ്മാനം കൊടുക്കുന്നത്? ഇപ്പോഴാണോ? ആദരണീയരായ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതിനിധികളെയും മറ്റ് അതിഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൈക്ക് ഹാൻഡഡ് ഓവർ ടു മിസ്റ്റർ അലക്സ് പ്ലീസ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇതിലെല്ലാം ഈ സാങ്കേതിക വിദ്യകളെല്ലാം ക്രമീകരിച്ചത് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത നാട്ടുകാരനായ ശ്രീ വിഷ്ണു കല്യാണി അവരുകളാണ്. അദ്ദേഹത്തെ ഒരു നിമിഷം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനമുള്ള ശ്രീ GS പ്രദീപ് സാറ്, ഇവിടെ നമ്മോടൊപ്പമായിരിക്കുന്ന വിക്ടറി സ്കൂളുകളുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകിച്ച് അംഗങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരെ, ഇന്ന് ഈ വാക ജീനിയസ് ഫണ്ടിലേക്ക് എത്തിയ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്ന കുഞ്ഞുങ്ങളെ, അതുപോലെ അധ്യാപകരെ, എസ്കോട്ടിംഗ് ആയിട്ട് വന്ന അധ്യാപകരെ, മാതാപിതാക്കളെ, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി 2 കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. എല്ലാ പാർട്ടിസിപ്പൻസിനും നിങ്ങളുടെ സീറ്റിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരും. ആരും എഴിച്ചു പോകരുത്. എല്ലാ പാർട്ടിസിപ്പൻസിനും നമ്മൾ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സീറ്റിൽ കൃത്യമായിട്ട് തരും. മറ്റൊരു കാര്യം, GS പ്രദീപ് സാറ് വളരെ അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ പ്രത്യേകമായ ഒരു ലോകത്തിലേക്ക് ചിന്തിച്ച് പോകുന്ന ഒരു വലിയ യാത്രയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. അതിൻ്റെ റിസൾട്ട് സാറ് പ്രഖ്യാപിക്കും. ഒരു കാര്യം കൂടെ, ഈ പറയുന്ന വിജയികൾക്കും അല്ലാതെ ഇവിടെ ആയിരിക്കുന്ന നമ്മോടൊപ്പം ഈ 6 ടീമുകളും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സമ്മാനം വാങ്ങിയിട്ട് ഇവിടെ ഒരു കൗണ്ടറുണ്ട്, രജിസ്ട്രേഷൻ സ്കോർ രേഖപ്പെടുത്തിയ കൗണ്ടർ. അവിടെ വന്ന് നിങ്ങളുടെ സമ്മാനങ്ങൾ വാങ്ങിയതിന് ശേഷം ഒരു പേരും അഡ്രസ്സും സൈനും കൂടെ ചെയ്തിട്ടേ പോകാം.
ടീം കബനി. പ്രിലിമിനറിയിലും ഫൈനൽസിലും ഈ കുട്ടികൾ നന്നായി പെർഫോം ചെയ്തു. അവസാനം കുറച്ച് മൈനസുകൾ കിട്ടിയെന്നേ ഉള്ളൂ അല്ലേ? സോ ഒരുപാട് പേർ പങ്കെടുത്ത ഈ മത്സരത്തിലെ 6ാം സ്ഥാനം ടീം കബനിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. അവർക്ക് ട്രോഫി കൊടുത്തോളൂ. സമ്മാനം വിതരണം ചെയ്യുന്നതിനായി രാജലക്ഷ്മി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഞ്ചാം സ്ഥാനം ടീം പമ്പ. പ്രസന്നകുമാരി അവരുടെ സമ്മാനം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. നാലാം സ്ഥാനം ടീം ഭവാനി. അതായത് ലത ടീച്ചറെ ക്ഷണിക്കുകയാണ് സമ്മാനം വിതരണം ചെയ്യുന്നതിനായി. With 170 points, the third prize in Vaga GDS goes to Team Periyar. ശ്രീ അനിൽകുമാർ അവരുടെ ഇത് സമ്മാനം വിതരണം ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. With 185 points, the runners-up in Vaga GDS 2025. അതിനായി ക്ഷണിക്കുന്നു. 6006 രൂപയാണ് രണ്ടാം സമ്മാനം. 3 അംഗങ്ങൾക്കുമായി ലഭിക്കുന്നതാണ്. സ്ഥാനക്കാരെക്കാൾ 130 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ 315 പോയിന്റുകളോടെ തുടക്കം മുതൽ നിലനിർത്തിയ മികച്ച പെർഫോമൻസോടുകൂടി വാഗ ജീനിയസ് 2025 വിജയികളായത്. I request each and every one of you to give them a standing ovation. നമുക്ക് ഗംഭീരമായ ഒരു സ്റ്റാൻഡിംഗ് ovation അവരെ അംഗീകരിക്കാം, അനുമോദിക്കാം. Congratulations, you are the August winners of Vaga Genius Team ഭാരതപ്പുഴ. സ്കൂൾ മാനേജർ ശ്രീമതി KV ശ്രീകരൻ ടീച്ചർ അവർക്ക് ഇപ്പോൾ ഈ സമ്മാനം വിതരണം ചെയ്യുന്നത്. 9009 രൂപയാണ് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത്. 9009 രൂപ. നമ്മുടെ ഈ വാഗ ജീനിയസ് കണ്ട് നടത്തുന്നതിന് വേണ്ടി നമ്മോടൊപ്പം വളരെ തിരക്കുകൾക്കിടയിൽ ഇനിയിപ്പോൾ പെട്ടെന്ന് സാറിനെ കണ്ണൂർ എത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാം ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർത്ത് ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് സാറിന് നമ്മുടെ ഒരു സ്നേഹോപകാരം മാനേജ്മെന്റ് എല്ലാവരും കൂടി നൽകുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ആദ്യം പറഞ്ഞതാണ്, ജയിച്ചവർക്ക് വേണ്ടിയല്ല നമ്മൾ ഈ മത്സരം സമർപ്പിക്കുന്നത്. ക്വിസ് മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓട്ട മത്സരത്തിൽ ഒന്നാമത് ഓടിയെത്തുന്നവരാണ് സമ്മാനം.
പാട്ട് മത്സരത്തിൽ ഏറ്റവും നന്നായി പാടുന്നവനാണ് സമ്മാനം. പക്ഷെ ക്വിസിൽ സമ്മാനം കിട്ടിയത് സത്യത്തിൽ ആർക്കാ? ഈ ടീം ഇവർക്കാണോ? ഒന്നാമതെത്തിയ ഈ ടീമിനാണോ സമ്മാനം കിട്ടിയത്? എവിടെ? അവർക്ക് എത്ര 9,000 രൂപ എന്തോ ക്യാഷ് അവാർഡ് കിട്ടിക്കാണും, കുറച്ച് ട്രോഫിയൊക്കെ കിട്ടിക്കാണും. നോക്കൂ, 20 ചോദ്യങ്ങളാണ് മൊത്തത്തിലുള്ളത് ഇരിക്കട്ടെ. അതിൽ 19 ചോദ്യത്തിന് ഉത്തരം അറിയാവുന്ന ടീമിന് 9,000 രൂപയും ഒന്നാം സമ്മാനവും കിട്ടി. പക്ഷെ ഈ ദിവസം അവർക്ക് പുതുതായി അറിയാൻ കഴിഞ്ഞത് ഒരു പുതിയ അറിവ് മാത്രമാണ്. എന്നാൽ ഒരു ഉത്തരം മാത്രം അറിയാവുന്ന ടീമിന് ഇവിടെ നിന്ന് സമ്മാനം കിട്ടിക്കാണില്ല. പക്ഷെ ഈ ദിവസം പിരിഞ്ഞു പോകുമ്പോ പുതിയ 19 അറിവുകൾ നേടാൻ കഴിയുന്ന അവരാണ് ഈ മത്സരത്തിലെ യഥാർത്ഥ സമ്മാനം നേടിയത് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പുതിയ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്കാണ് ഈ വൈജ്ഞാനിക ഉത്സവം ഡെഡിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ആദ്യമേ പറഞ്ഞത്. പിന്നെ ഒരു സ്വകാര്യം, ഈ ഫൈനൽ നടത്താൻ നിങ്ങളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ വന്ന് വിഷയമോ ആളുകളുടെ പേരും ഒക്കെ നിങ്ങളോട് ചോദിച്ചപ്പോഴോ മറ്റോ ആണ് എൻ്റെ ഒരു പേഴ്സണൽ ബിലോങ്ങിങ് ഇവിടെ എവിടെയോ നഷ്ടമായിട്ടുണ്ട്. തിരക്കുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ്. കിട്ടുന്ന ആരെങ്കിലും അത് കിട്ടിയാൽ ദയവ് ചെയ്ത് സ്കൂളിൻ്റെ അധികൃതരെ ഏൽപ്പിക്കണം. കേടുപാട് ഏൽപ്പിക്കാതെ നിങ്ങളത് ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുത്ത് വരെ ഏൽപ്പിച്ചിരിക്കണം എന്നൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ എവിടെ കാണും, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. എടുത്ത് കൊടുക്കില്ലേ? എന്താ കളഞ്ഞുപോയെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? നിങ്ങളുടെ ഇടയിൽ കളഞ്ഞത് എൻ്റെ ഹൃദയമാണ്. ആമോദത്തിരയിളകും വിജയാങ്കണം നിറയുമ്പോൾ അനന്തപുരിയുടെ അക്ഷരവീഥികളിൽ ഉണരുന്നു പുതുനാളങ്ങൾ, ഉയരുന്നു നവചേതനകൾ.